വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. പിന്നെ കണ്ടപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല. അപ്പോൾ അമ്മ അങ്ങാടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാണ്. അപ്പോൾ അമ്മ വരുമ്പോൾ ഒരു കടി ബ്രെഡ് വന്നു. അപ്പോൾ അമ്മക്ക് ആ ബ്രെഡ് കോഴിമുട്ട വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഒന്നുമില്ല, എനിക്ക് ഈ പല്ലിന് ക്ലിപ്പില്ലേ, അത് മുറ്റ കാരണം ചോറൊന്നും തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമായിട്ട് കഞ്ഞി കുടിച്ചതാണ് വൈകുന്നേരം, എല്ലാവരും സോറി ഉച്ചയ്ക്ക്. അപ്പോൾ അതൊരു സുഖമായിട്ടില്ല, ചവയ്ക്കാൻ പറ്റില്ല. ഇണക്കൽ പല നല്ല വേദന ഉണ്ട്, തേനുണ്ട്. നമുക്ക് ഞാൻ എല്ലാവരും പ്രൊഫഷണലായിട്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ എനിക്ക് വിശന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒന്നുമില്ല, എനിക്ക് ഒരു പ്ലേറ്റ് എടുത്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഈ ബ്രെഡ് ഇങ്ങനെ ആക്കണമെങ്കിൽ നമുക്ക് വീതിയുള്ളൊരു ഇത് വേണ്ടേ. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റിൽ കേട്ടാം കോഴിമുട്ട പൊട്ടിച്ചിടാൻ പോണത്. മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചത്. കോഴിമുട്ട പൊട്ടിച്ച് നമുക്ക് വേണ്ടത് പഞ്ചസാര ഒരു നുള്ളു ഉപ്പ് വന്നിട്ടാ. നമുക്ക് പഞ്ചസാര കുറച്ച് തോനെ വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. 2 സ്പൂൺ പഞ്ചസാര ഇട്ടു, അല്ലാണ്ട് ഓവറാവണ്ട. നമുക്കത് നല്ലോണം അടിച്ചെടുക്കാം. അപ്പം അത് സെറ്റായിട്ടാ. നമുക്ക് ബ്രെഡ് പൊട്ടിക്കാം. ഇത് ബാറ്റ്മാൻ എന്നുള്ള കമ്പനി ഇല്ലേ, അതിൻ്റെ ബ്രെഡാണ് കേട്ടോ. ആദ്യം സ്റ്റൗ കത്തിക്കണ്ടേ. സ്റ്റൗ കത്തിക്കാം. എന്നിട്ട് ഇതടുപ്പത്തെ ഞാൻ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യുണ്ടായിരുന്നു, നെയ്യിലുണ്ടാക്കാൻ വിചാരിച്ചു. പ്ലേറ്റ് ഉണ്ടാക്കി എടുക്കണ്ടേ. അങ്ങനൊക്കെ നല്ല ചൂടുണ്ട്. നമുക്ക് തീ ഒന്നുണ്ട് കുറച്ച് വയ്ക്കാം. കാരണം എന്താ വെച്ചാൽ ഇത് കോഴിമുട്ടല്ലേ, തീ ഓവറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. അതിൻ്റെ പുക വേണം. ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇതിൽ മുക്കാം.
അതേപോലെ തന്നെ സെയിം പ്രോസസ്സ് മുക്കുക. തീ ഒന്ന് കൂട്ടിക്കാം. അങ്ങനെ ഓരോരോ ബ്രെഡായിട്ട് ഞാൻ അതിൽ പൊരിച്ചെടുക്കണം കേട്ടോ. കുറേശ്ശെ ഓയിലല്ല, നെയ്യ് തടവി കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം ഒഴിക്കണം. നല്ലോണം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഇതാവും. അപ്പം ഇങ്ങനെ ചെറിയ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തിളക്കിയായിട്ട് ഇങ്ങനെ തിരിച്ച് മറിച്ച് വിടണം. അല്ലാണ്ട് ഞാൻ കരിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ അതന്നെ വീണ്ടും ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ആകെ 4-5 ബ്രെഡ് ഞാൻ പൊരിച്ചെടുത്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ അതേപോലെ തന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബ്രെഡെല്ലാം പൊരിക്കൽ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. ആങ്ങളയ്ക്കുള്ളത് അമ്മ അങ്ങോട്ട് കൊണ്ട് കൊടുക്കണ്ടോ, അവിടെ ഇരുന്ന് TV കാണാണ്. അപ്പോൾ പിന്നെ ഞാനും അമ്മയും കൂടെ നല്ല ചൂട് കട്ടൻ ചായയും ബ്രെഡ് പൊരിച്ചതും. തിന്നാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ പച്ച ബ്രെഡ് തിന്നുമ്പോൾ കുറച്ചൊരു ഹാർഡായിട്ട് തോന്നുന്നില്ലേ. നേരെ മറിച്ച് അത് ഈ കോഴിമുട്ടയിൽ മുക്കി പൊരിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ലിപ്പ് മുറിക്കിയ കാരണം ഒന്നും തിന്നാൻ പറ്റണില്ല. അപ്പോൾ ഒന്ന് ഒതുക്കിയിട്ട് മുങ്ങി വിടലാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. അങ്ങനെ ഓരോരോ കഥയും പറഞ്ഞിട്ട്. ഞങ്ങൾ ഓരോ നാട്ടുകഥ ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നുണ്ട് എന്നോട്, ഈ ചുരിദാർ ഇവിടെ ഉണ്ടായിരുന്നോ, ഈ കൊണ്ടുപോയിട്ടില്ലെന്നൊക്കെ. അമ്മ അത് മടക്കി വെച്ച അമ്മയ്ക്ക് ഓർമ്മ തന്നെ ഇല്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് തുടങ്ങിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാധചരമ്മ ബോംബെ പോയി വരുമ്പോൾ 2 കൂട്ട് കൊണ്ടുവന്നതായിരുന്നു. അതിലത്തെ ഒന്നാണിത്, ഒന്നവിടെ വാക്കാടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ 2 തിന്നപ്പോഴേക്കും എൻ്റെ വയറ് നിറഞ്ഞിട്ടോ. വയറ് നിറയല്ലേ, ചെറിയ ചെറിയ പീസാക്കി തിന്നല്ലേ, പല്ലിന് വയ്യല്ലോ. അപ്പം അങ്ങനെ അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു നിങ്ങൾ ബാക്കി തിന്നോളൂ ഉണ്ടോയെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഓരോരോ കഥയും പറഞ്ഞ് ചായ ഇങ്ങനെ കുടിക്കുകയാണ്.
അപ്പോൾ ഞങ്ങളെ ഇന്നത്തെ ചായ കുടി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.